അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിനെ കാണാൻ വന്നത് സന്തോഷമാണ്, സ്നേഹമാണ്, വളരെയധികം അഭിമാനമാണ്. പക്ഷെ അപ്പോഴും അസുഖം പിടിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ കാഴ്ചകൾ നന്നാവാത്തോണ്ടാണ്. കാഴ്ചകൾ നന്നായാലല്ലേ കാഴ്ചപ്പാട് മാറുള്ളൂ. മനുഷ്യനെപ്പോഴും എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും ഫോർഗീവ്നെസ് എന്നൊരു വലിയ മഹാദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണെന്നറിയാത്ത കൾച്ചറൽ അല്പം പോലും ഇല്ലാത്ത വിഭാഗമേ അതിനെ എതിർക്കുള്ളൂ. കാരണം അവരെ മൈൻഡിലൊക്കെ എന്തൊക്കെയോ വേണ്ടാത്ത സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ലത് കാണുമ്പോഴൊക്കെ നല്ലതെന്ന് പറയാൻ കഴിയുന്നില്ല. സത്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ശംസുദ്ദീനെതിരെ ശക്തമായ എതിര് നമ്മളെല്ലാവരും നിന്നിട്ടുണ്ട്. കാരണം മണ്ണാർക്കാട് നൂറുദ്ദീൻ ഹംസ എന്ന 2 പേരെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞ ഏറ്റവും വലിയ വേദനാജനകമായൊരവസ്ഥ. അത് കൊന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുക വരെ ചെയ്തിട്ട് ക്രൂരമായി കൊന്നുകളഞ്ഞ ആ വിഭാഗത്തെ അതിന് ചുക്കാൻ പിടിച്ചത് എന്ന നിലക്ക് ആരായാലും തൻ്റെ എതിരാളിയെ തോൽപ്പിക്കണമെന്ന് പറയൽ സ്വാഭാവികമാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു എതിരാളിയെ തോൽപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ പറയും, ഉറപ്പാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എതിരാളിയെ മാർക്സിസ്റ്റ് പാർട്ടി തോൽപ്പിക്കണമെന്ന് പറയും. നിങ്ങളെ വീട്ടിൽ ഒരാൾ ആക്രമിച്ച് കയറിയാൽ അയാളെ വിജയിപ്പിക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കില്ല. നിങ്ങളെ കുടുംബത്തിൽ ഒരാളെ കൊന്നാൽ, എന്തെങ്കിലും അക്രമം ചെയ്താൽ അയാളെ വിജയിപ്പിക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കില്ല. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ കാലങ്ങൾ കുറേ കഴിയും തോറും അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളല്ലോ. അത് നല്ല നല്ല മനസ്സിനെ പറ്റിയ ആളുകളല്ല. അവർ നല്ല മനസ്സിൻ്റെ ഉടമകളുമല്ല. മറക്കേണ്ടത് മറക്കണം, പൊറുക്കേണ്ടത് പൊറുക്കണം. ദ്രോഹിച്ചവർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്ന ഒരു വലിയ ദൗത്യമുണ്ട്. നമ്മൾ റമദാനിലൊക്കെ പറയാറുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയാറില്ലേ? അതെന്തുകൊണ്ടാ? പടച്ചോനെ, നീ എനിക്കൊന്ന് വിട്ടുവീഴ്ച ഫോർഗീവ്നെസ് ചെയ്തിട്ടാ. കാരണം ഫോർഗീവ്നെസ് ചെയ്യാൻ അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കൊന്ന് ഫോർഗീവ്നെസ് ചെയ്ത് തരണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയാം. പക്ഷെ നമ്മൾ ആർക്കും ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കൂല. ഇപ്പോഴും സുൽത്താൻ ഉലമ AP ഉസ്താദിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വഹാബി ജമാഅത്തെ ഇസ്ലാമി അവർക്കത്, കാരണം അവർക്കത് അവരെ നിലനിൽപ്പാണത്. കള്ളത്തരീക്കത്തുകാർക്ക് അവരെ നിലനിൽപ്പാണത്. പക്ഷെ സമാന ചിന്താഗതിയുള്ള സുന്നി വിശ്വാസികൾ അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ക്രൂരതയാണ്, മനസ്സിൻ്റെ ഏറ്റവും വലിയ മോശമായ ചിന്താഗതിയാണ്. ആ പറയുന്നവരൊന്നും സുന്നികളാണെന്ന വിശ്വാസം എനിക്കില്ല. കാരണം സുന്നികൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. സുന്നികൾ വിശാല മനസ്സുള്ളവരാണ്. അവർ സ്നേഹത്തിൻ്റെ ദാതാക്കളാണ്. അവർ മല്ല യുവക്കിർ കബീറന വലം യർഹം സഗീറന ഫലൈസ മിന്ന എന്ന് പഠിച്ചവരാണ്. മൂത്തവരെ ബഹുമാനിക്കുകയും താഴെയുള്ളവരോട് കരുണ കാണിക്കുകയും വേണമെന്ന്, അല്ലാത്തവൻ മുസ്ലിമല്ലെന്ന് പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ പ്രായം വന്ന ആളുകളെ ഒന്നും ആരും ആക്ഷേപിക്കില്ല. പ്രായം വന്നവരൊക്കെ സേട്ട് പിടിക്കാൻ പോരും എന്ന് പറഞ്ഞ ആളുകൾ പ്രായം വന്നില്ലേ മിണ്ടാണ്ടിരുന്നൂടെ എന്ന് പറയുന്ന പല ആളുകളുണ്ട്. അവരൊക്കെ സേട്ട് പിടിക്കാൻ പ്രായം വരുന്നതിന് മുമ്പ് തന്നെ സേട്ടു അവരെ പിടിക്കും എന്നതല്ലേ സത്യം? പ്രായത്തിനെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്, നല്ല മനുഷ്യന് ചേർന്നതാണോ? സ്റ്റേജിൽ കയറിയിട്ട് പ്രായത്തിന് കുറ്റം പറയാം, വയസ്സായില്ലേ, തന്തയില്ലേ, പൂപ്പായില്ലേ, പിന്നെ കമൻറ്റിലും അറിയിക്കുക, മിണ്ടാണ്ടിരുന്നൂടെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മോശം. ഈ വയസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു നമ്പറാണ്. വയസ്സായാലും മരിക്കും, വയസ്സായില്ലെങ്കിലും മരിക്കും. ഇപ്പോൾ കാണുന്നതൊക്കെ പത്രം എടുത്ത് നോക്കിയാൽ വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോവുകയാണ്.
അപ്പോൾ ആ സേട്ട് പിടിക്കാൻ ചിലപ്പോൾ നേരത്തെ തന്നെ വരും. അതാണ് യാഥാർത്ഥ്യം. അവരൊന്നും വയസ്സാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്കാവില്ല. അവർക്കൊക്കെ അള്ളാഹു പൊറത്തു കൊടുക്കട്ടെ എന്ന് പറയാൻ എനിക്കാവും. കാരണം എൻ്റെ മനസ്സതാണ്. എൻ്റെ മാതാപിതാക്കൾ എന്നെ അതാണ് പഠിപ്പിച്ചത്. സംസ്കാര ശൂന്യരായൊരു വിഭാഗമായി ജീവിക്കാനല്ല, നല്ല സംസ്കാര സമ്പന്നനായി ജീവിക്കാനാണ്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നിൻ്റെ എതിരാളിക്ക് നല്ലതുകൊണ്ട് മറുപടി കൊടുക്കാനാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ കാണാൻ വന്നപ്പോൾ സത്യത്തിൽ സന്മനസ്സുള്ളവർക്കൊക്കെ സന്തോഷമായി. കാരണം ഒന്നും വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, മറക്കാനും പൊറുക്കാനും കഴിയണം നമുക്ക്. എങ്കിലേ നമ്മുടെ മനുഷ്യത്വം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ, മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മൃഗമാണ്. ആ മൃഗത്തിൻ്റെ ചിന്താഗതി മൃഗമല്ല, മൃഗത്തിനേക്കാൾ അത് പതിച്ചു പോവാണ്. എത്ര സ്നേഹമുള്ളവരാണ് മൃഗം എന്നറിയോ? പക്ഷെ അത്രയും സ്നേഹം കാണിക്കാത്ത, കപട വിശ്വാസം ഹൃദയത്തിൽ വെച്ച് നടക്കുന്ന, ഈമാൻ നഷ്ടപ്പെട്ടൊരു വിഭാഗമുണ്ട്. അപ്പോൾ ഫോർഗീവനസ് എന്നൊരു മഹത്തായ ദൗത്യം, മഹത്തായൊരു സംവിധാനം ഉള്ള മനുഷ്യർക്കൊക്കെ അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനകൾ അവരുടെ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട്. എന്നാലും തൻ്റെ മുന്നിൽ വരുന്നവരെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ള വലിയ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ഒന്നൊന്നര മനസ്സാണ്. അതൊക്കെ കിട്ടണമെങ്കിൽ എന്താ പറയുക, അതൊരു ഭാഗ്യം വേണം. അതൊരു ഭാഗ്യം വേണം. നമ്മളെ ദ്രോഹിച്ച് 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 അങ്ങേയറ്റം കഷ്ടപ്പെടുത്തി വിഷമിപ്പിച്ച ഒരാൾ നമുക്ക് അവർ നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സങ്ങനെ ആവുമോ? ആവില്ല, കാണാൻ കഴിയില്ല. അവരൊക്കെ അത്ര വലിയ മഹാന്മാരാണ്, പണ്ഡിത ധർമ്മമാണത്. ഉസ്താദിനെ കാണാൻ വന്നു, എല്ലാവരും ഉസ്താദിനെ കാണാൻ വരുന്നു. ഉസ്താദ് എന്ന് വെച്ചാൽ ഒരു മഹാസംഭവമാണ്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ കാണാൻ വരണം, വന്നേ പറ്റൂ. ആ വന്നു, സന്തോഷത്തോടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. മർക്കസിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന് വേണ്ട സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. വളരെ സ്നേഹത്തോടു കൂടെ പിരിഞ്ഞുപോയി. നല്ല നിലയിൽ മർക്കസ് അദ്ദേഹത്തെ സ്വീകരിച്ചു. കാരണം വരുന്നവരെ സ്വീകരിക്കുക, ആതിഥേയരെ സ്വീകരിക്കുന്ന ഒരു മഹത്തായ ദൗത്യമാണ്, കൾച്ചറിലാണ് മർക്കസ് സഖാഫത്തി സുന്നിയ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും. അതുകൊണ്ട് കുറ്റം പറയുന്നവരും എതിർക്കുന്നവരും അവരങ്ങനെ കുറ്റം പറഞ്ഞു എതിർത്തും അങ്ങനെ ജീവിക്കും. അവർക്ക് അത്രേ കഴിയൂ. അവർ കൈകൊണ്ട് അടിക്കുന്ന ഓരോ ടൈപ്പുകളുണ്ടല്ലോ ഒക്കെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്ന വിശ്വാസമില്ലാത്ത, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത പലവരുമാണ് സ്റ്റേജിൽ കയറിയും ടൈപ്പ് ചെയ്തിട്ടും അങ്ങനെ പോകുന്നത്. അവരങ്ങനെ പൊക്കോട്ടെ, അവരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട. കാരണം അള്ളാഹു അവർക്ക് നല്ല മനസ്സ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. അള്ളാഹു റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ.